മാർക്കോ ടടൻ ടൻ, മാർക്കോ ടടൻ ടൻ, മാർക്കോ ടടൻ ടൻ, മാർക്കോ മാർക്കോ നിലവിളിക്കും, ഇനിയും നിലവിളിക്കും. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് നിലവിളിക്കാൻ തോന്നുന്നുണ്ട്. ക്ഷമിക്കുക, കുറച്ച് ഓവറായി പോയില്ലേ? എനിക്കറിയാം, ക്രിഞ്ചായി പോയി എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഒന്ന് നിങ്ങൾ ക്ഷമിക്കുക, സന്തോഷം കൊണ്ടാണ്. വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ, അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ടതായൊരു സന്തോഷം ഞാൻ ഈ രീതിയിലൊന്ന് പ്രകടിപ്പിച്ചു എന്ന് മാത്രം. എനിക്ക് സത്യത്തിൽ പേടിയുണ്ടായിരുന്നല്ലോ. ഞാൻ നന്നായി പേടിച്ചിട്ടാണ് പോയത്. ഈവൺ ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിനോടും ഈ ഒരു പേടിയെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പേടിയെക്കുറിച്ച് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ പേടിയെക്കുറിച്ചിട്ട് ഷെയർ ചെയ്യുന്നു. എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. എങ്ങനെ പേടിയില്ലാതിരിക്കും? എനിക്ക് എൻ്റെ ആസ്വാദനത്തെക്കുറിച്ചായിരുന്നു പേടി. കാരണം അത്രയും വല്ലാത്ത എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ടാണ് പോയത്. എക്സ്പെക്റ്റേഷൻ്റെ എക്സ്ട്രീമിൽ നിന്നുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. എക്സ്പെക്റ്റേഷൻ മാത്രമല്ല, എക്സൈറ്റ്മെൻറ്റ് വേറെ, ക്യൂരിയോസിറ്റി, എല്ലാം കൂടി ഇങ്ങനെ ആക്രാന്തം എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ ആക്രാന്തിച്ചിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു മലയാള സിനിമയാണ്. ഒരു മലയാളത്തിൽ അത്രയും വയലൻറ്റ് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു, ആക്ഷൻ സിനിമ, ഉണ്ണിമൂന്തൻ അഭിനയിക്കുന്നു, സ്റ്റൈല്, അത് ഇത്. എങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഇല്ലാതിരിക്കും? എങ്ങനെ എക്സ്പെക്റ്റേഷൻ ഇല്ലാതിരിക്കും? അപ്പോൾ അത് വേറെ റേഞ്ചിലാണ് ആ ഒരു ഫീലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടി ഉണ്ടായിരുന്നു. ഈശ്വര, ഇതൊക്കെ തലവെച്ച് പോയിട്ട് പണി പാടൂ. കാരണം നമ്മുടെ പൈസ പോകണതല്ലല്ലോ ഇവിടെ വിഷയം. 2-2.5 മണിക്കൂർ അതിൻ്റെ അകത്ത് പോയി കുത്തിരിക്കണമല്ലേ, സമയം വേസ്റ്റ് ആകുമോ എന്നുള്ള ടെൻഷനായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. പക്ഷേ ഇതുകൊണ്ടൊക്കെയുള്ള പേടി, ഈ ഒരു പേടിയും കൂടിയും വേറെ റേഞ്ചിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെയാണ് എനിക്കത് ഇപ്പോൾ ഒരു ഭയങ്കര റിലീഫ് ആക്ച്വലി കിട്ടുന്നുണ്ട്. പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അല്ലാത്തൊരു റിലീഫ് കിട്ടുന്നുണ്ട്. അത്രയും ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നാൻ കാരണം ആ ഒരു പേടിയോട് കൂടിയിട്ട് ഈ ഒരു സിനിമ കാണാൻ കയറിയതുകൊണ്ടാണ്. പണി കിട്ടുമെന്നുള്ളൊരു പേടിയോട് കൂടിയിട്ട്. നമുക്ക് എന്താണ് പറയുക, ആക്ച്വലി ഇന്നലെ വരെ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് സിനിമ ഇറങ്ങുന്ന ദിവസം വല്ലാത്തൊരു പേടി, ഭയങ്കര സങ്കടമൊക്കെ എല്ലാം കൂടി, എല്ലാ വികാരമൊക്കെ കയറി വരാൻ തുടങ്ങി. പണി പാടൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പേടിയോട് കൂടിയിട്ട് കയറിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സിനിമ കണ്ട ഫീല് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഹാപ്പിയാണ്. ആ ഒരു സന്തോഷ പ്രകടനമാണ് ഞാൻ തുടക്കം തന്നെ പങ്കുവെച്ചത്. നിരാശപ്പെടുത്തിയില്ല. നല്ലൊരു സിനിമ, സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് വളരെ ചുരുക്കത്തിൽ, വളരെ സിമ്പിളായിട്ട് ഇത്രേ പറയാനുള്ളൂ. ഐ ആം സാറ്റിസ്ഫൈഡ്. മാർക്കോ നല്ലൊരു സിനിമ, നല്ല രീതിയിൽ തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അവർ ഒരു തരത്തിലും ആ ഒരു എക്സ്പെക്റ്റേഷനും പണ്ടാരമൊക്കെ കയറ്റി, ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞാൻ എക്സ്പെക്റ്റേഷൻ എക്സ്ട്രീമിൽ വെച്ചുകൊണ്ടാണ് പോയത്. ഇതൊക്കെ വെച്ചുകൊണ്ട് പോയിട്ട് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഫീലാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. എൻ്റെ മാത്രം ഫീലാണ് ഞാൻ പറയണത്, എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയണത്. ഇനി എതിരഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മെക്കെട്ട് കയറാൻ വേണ്ടി വന്നിട്ട് യാതൊരു കാര്യമില്ല. പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഒരു മലയാള സിനിമയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ ഒരു മലയാള സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫീലല്ല ആക്ച്വലി കിട്ടിയത്. നമ്മൾ ഈ ഇത്തരത്തിലുള്ള ആക്ഷൻ വയലൻറ്റ് സിനിമകളൊക്കെ മറ്റ് ഭാഷകളിലൊക്കെ കണ്ടിട്ടില്ല. ഏകദേശം ആ ഒരു ടച്ചൊക്കെ തന്നെയാണ് കിട്ടിയത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹനീഫ് അദീനി എന്ത് സ്റ്റൈലായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഹനീഫ് അദീനിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ വന്ന സമയത്ത് തന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബോസ് ആൻഡ് കോ ഇപ്പം നമുക്ക് വേണമെങ്കിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാം. ബോസ് ആൻഡ് കോ എടുത്ത ആളാണ്. കഴിഞ്ഞ സിനിമ മൂപ്പര് അതായിരുന്നു. ഇനിയിപ്പോൾ അതിനുശേഷം വരാൻ വേണ്ടി പോകുന്ന സിനിമയാണ് മാർക്കോ. അയ്യോ എന്നൊക്കെ ആയിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇതിൻ്റെ പോസ്റ്റേഴ്സ് പരിപാടികളൊക്കെ വരുമ്പോൾ തൊട്ട് തന്നെ ഈ സിനിമ നമ്മൾ മറന്നു. ഹനീഫിൻ്റെ കഴിഞ്ഞ സിനിമയെക്കുറിച്ചൊക്കെ നമ്മൾ മറന്നുപോയി. ഇത് മാർക്കോ പുതിയൊരു സിനിമ, വേറെ റേഞ്ച് പടം എന്നൊക്കെ ഉള്ള സാധനം അങ്ങനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോയത്. ഒരിക്കലും ഹനീഫിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഹനീഫ് പണി പറ്റിച്ചില്ല. മാർക്കോ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സന്തോഷം. ഉണ്ണിമൂന്തനെ ഇങ്ങനെ ഉപയോഗിച്ചതിൽ വളരെ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ആസ് ആൻ ആക്ടർ ഇങ്ങനെ ഉപയോഗിക്കണടേ.
ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റണം. ഉപയോഗിക്കാൻ പണി അറിയാവുന്ന ആൾക്കാർ, പണിയിപ്പിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി പണിയും. ഉണ്ണിയുടെ കേസ് നമുക്കറിയാം. ഉണ്ണി നന്നായിട്ട് ആക്ഷനൊക്കെ ചെയ്യുന്ന ഒരാളാണ്, നന്നായി ആക്ഷൻ ചെയ്യും. അപ്പോൾ വെറുതെ ആക്ഷൻ ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് വന്നിട്ട് ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നൊരു പരിപാടി ആക്ച്വലി ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു സിനിമയിലൂടെ ഉണ്ണിക്ക് വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റി. ഉണ്ണി അത് നന്നായി ചെയ്തിട്ടുണ്ട്, നന്നായി പണിയെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ആ റിസൾട്ട് കാണുന്നുണ്ട്. ആക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ണി ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് ഉണ്ണി ചെയ്തിട്ടുണ്ട്. നല്ല സ്വാഗ് ഉണ്ട് ഉണ്ണിക്ക്, നല്ല സ്വാഗ് ഉണ്ട്, കീട്ടില്ല, നല്ല സ്റ്റൈലായിട്ട്. എൻ്റെ അപ്പോൾ ഉണ്ണിങ്ങനെ നടന്നൊക്കെ വരണ കാണുമ്പോൾ എന്താ സ്റ്റൈല്, എനിക്ക് മതിയായില്ല. മാർക്കോ വിട്, എനിക്ക് ആക്ച്വലി ഉണ്ണീനെ കണ്ടിട്ട് മതിയായില്ല, ഉണ്ണിമൂന്നിനെ കണ്ടിട്ട് മതിയായില്ല. എനിക്ക് ഉണ്ണിമൂന്തൻ്റെ ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമകൾ ഇനിയും കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇതുപോലെ ഇങ്ങനെ സ്റ്റൈലായിട്ടുള്ള എന്താ പറയുക, ആക്ഷൻ സാധനങ്ങൾ, സ്വാഗ് സാധനങ്ങളൊക്കെ കാണാനാണ് നമ്മൾ ഇനിയും ആഗ്രഹിക്കുന്നത്. ഉണ്ണിക്ക് ഇനിയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആക്ച്വലി കിട്ടട്ടെ. ഉണ്ണിയുടെ പീക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉണ്ണിയുടെ പ്രധാന സാധനം, ഉണ്ണിയുടെ കയ്യിലുള്ള മരുന്ന് എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ ക്വാളിറ്റിയിലുള്ള മരുന്ന് എന്ന് പറയുന്ന സാധനം ആക്ഷനാണ്, സ്വാഗാണ്, സ്റ്റൈലാണ്, ഇതൊക്കെ ഉണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് ഡയറക്ടേഴ്സ് ഉണ്ണിയെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഉണ്ണി വേറെ റേഞ്ച് സ്റ്റാറായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സിനിമയ്ക്കകത്ത് ഉണ്ണി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഞാൻ ഇപ്പോൾ മറ്റേ KGF ഇതായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. കാരണം KGF ഒക്കെ വേറെ തട്ടിൽ നിൽക്കുന്ന സാധനമാണ്. അതായിട്ടൊന്നും ആരും കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ KGF എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും ആ സിനിമയ്ക്ക് പോകേണ്ട കാര്യമില്ല. ഇത് വേറൊരു സാധനം. മാർക്കോ എന്ന് പറയുന്നത് മലയാളത്തിലെ ഇറക്കിയ ഒരു ആക്ഷൻ സിനിമ, വയലൻസ് സിനിമ. നമ്മൾ അത് ഫ്രഷ് ആയിട്ട് വേണം ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകാമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആ രീതിയിൽ വേണം നിങ്ങൾ പോയി കാണാൻ. അല്ലാതെ മറ്റ് സിനിമകളെ വെച്ച് കമ്പയർ ചെയ്തിട്ടല്ല നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകേണ്ടത്. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിരാശപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ലൊരു വയലന്റ് ആക്ഷൻ സിനിമ. ലോജിക്ക് കിണ്ടി എന്നൊന്നും പറയണ്ട ആരും, മനസ്സിലായ? ലോജിക്ക് കിണ്ടി ഉണ്ടി എന്നൊന്നും ആരും, ലോജിക്ക് തേങ്ങാക്കൊലൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ലോജിക്കൊക്കെ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട, നല്ലത്. അല്ലാതെ നിങ്ങൾക്ക് ഇതൊരു ആക്ഷൻ സിനിമ, ഒരു വയലൻസ് സിനിമ, മലയാളത്തിൽ ഇതാ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു വയലൻസ് സിനിമയാണ്, ഒരു ആക്ഷൻ സിനിമയാണ്. ഇത് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടോ. നല്ലൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ വെറുതെ കണ്ട തിയേറ്ററിലൊന്നും പോയിട്ട് കാര്യമില്ല. നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള കിടിലൻ തിയേറ്ററിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള BGM പരിപാടിയൊക്കെ എന്താ സ്റ്റൈല്, എന്താ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മൂഡാണ് ആക്ച്വലി കിട്ടണത്. കിടിലനായിരുന്നു, മ്യൂസിക് അടിപൊളിയായിരുന്നു, BGM ഒക്കെ വേറെ മൂഡായിരുന്നു കിട്ടിയത്. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെയർ കട്ട് തന്നെ നല്ല പ്രത്യേക തരം ഹെയർ കട്ടാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി പേടിയാവും. മൂപ്പരുടെ ഇംഗ്ലീഷ് ഡയലോഗ് ഡെലിവറി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ജഗദീഷ് ചേട്ടനും ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. സിദ്ദിഖിയുടെ സെക്കൻഡ് ഹാഫിൽ മറ്റേ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാവണ കുറേ വലിയൊരു നീണ്ട സീനുണ്ട്. ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. ആ സീനിൽ സിദ്ദിഖിനെ കണ്ടപ്പോൾ എന്തോ മൂപ്പര് അടിപൊളിയായി നല്ല റേഞ്ചിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ മൂപ്പരും. അടിപൊളിയായിട്ട് മൂപ്പര്, അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. മൂപ്പർക്ക് കൊടുക്കുന്ന സാധനം മൂപ്പര് അടിപൊളിയായിട്ട് ചെയ്യും. ഒരു പവർ എന്നൊക്കെ പറയില്ല, ഒരു ക്യാരക്ടറിൻ്റെ ഒരു പവർ എന്നൊക്കെ പറയില്ല, ആൾക്ക് പവർ ഉണ്ട് എന്നുള്ളൊരു സാധനം നമ്മൾ പറയില്ല. അത് സ്ക്രീനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സിദ്ദിഖിയുടെ ഒക്കെ. പിന്നെ എടുത്ത് പറയാൻ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വേറെ ജഗദീഷ് ചേട്ടൻ്റെ മറ്റേ മകനായിട്ട് അഭിനയിച്ച മൂപ്പരുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. എന്താണ്, മൂപ്പരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് മൂപ്പരും ചെയ്തിട്ടുണ്ട്, ഭീകരമായിട്ട് മൂപ്പരും ചെയ്തിട്ടുണ്ട്. എനിക്ക് മൂപ്പരുടെ കഥാപാത്രവും മൂപ്പരുടെ പെർഫോമൻസും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. പിന്നെന്താണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? ഓവറോൾ അടിപൊളി. ഇത്രയേ ഉള്ളൂ ഈ ഒരു സിനിമയെക്കുറിച്ച്. ഓവറൊന്നും ഞാൻ പറയുന്നില്ല, ഇത്ര എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. ഓവറോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായാലും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താണോ കാണാൻ പോയത് എനിക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാനൊന്ന് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഈ സിനിമയെ ബാധിച്ചൊരു കാര്യമല്ല, ബാധിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി എൻ്റെ ആസ്വാദനത്തിൽ ബാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയലൻസ് ആക്ഷൻ പരിപാടികൾ എല്ലാം ഓക്കെ, ഈ ജോണ്ടർ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ഒക്കെ ആക്ച്വലി ഉണ്ട്.
വയലൻസ് ഉണ്ടാവട്ടെ, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അത് മാത്രം ഉണ്ടായാൽ പോരാ. നമുക്ക് കഥ എന്ന് പറഞ്ഞൊരു സാധനം വേണം. കഥയിലും കൂടി ഡെപ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഥയും കൂടിയിട്ട് എൻഗേജിങ് ആയിട്ടുള്ള ലെവലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പടം കയറി കൊളുത്തി വേറെ റേഞ്ച് എത്തും എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണെങ്കിലും തോന്നിയത് ആ ഒരു കഥയുടെ കേസിലാണ്. സ്ക്രിപ്റ്റിൻ്റെ കേസിൽ ഞാൻ പറയണം, സ്ക്രിപ്റ്റ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതും കൂടി ഓപ്പൺ ആയിട്ടോ, നമ്മൾ നല്ലത് പറയുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്, നമുക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ കുറവായിട്ട് തോന്നിയതിനെ കുറവായിട്ട് പറയുവാണല്ലോ. സ്ക്രിപ്റ്റ് കുറച്ചും കൂടിയും നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ഒന്ന് എൻഗേജിങ് ആക്കുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കുറച്ചും കൂടിയും ഗംഭീരമാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സ്ക്രിപ്റ്റ് ചെറുതായിട്ടൊന്ന് താഴെ പോയ പോലെ ഒരു ഫീൽ എനിക്ക് ആക്ച്വലി കിട്ടിയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആക്ച്വലി തോന്നിയായിരുന്നു. സ്ക്രിപ്റ്റും കൂടിയും ഗംഭീരമായിരുന്നെങ്കിൽ പ്രേക്ഷകരിലേക്ക് കുറച്ചും കൂടിയും കണക്ട് ചെയ്യാൻ, റിലേറ്റ് ചെയ്യാനൊക്കെ കൂടുതൽ പ്രേക്ഷകരായിട്ടൊന്ന് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റിയേനെ. സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ഒന്ന് നന്നായിരുന്നു എന്നുണ്ടെങ്കിൽ. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്താണ് സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു കുറവ് എനിക്ക് തോന്നി എങ്കിലും സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു കുറവ് ഓവറോൾ ഈ ഒരു സിനിമേനെ ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനത് തുടക്കം തന്നെ അതൊരു കുറവായിട്ട് പറയാതിരുന്നത്. കാര്യം ചില സിനിമകളുണ്ട് മേക്കിങ്ങിൽ പിടിക്കുക, അല്ലെങ്കിൽ എന്താണ് വേറെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് സ്ക്രിപ്റ്റ് പോയാലും ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷനെ അല്ലെങ്കിൽ ആസ്വാദനത്തെ ബാധിക്കാത്ത ലെവലിൽ എടുക്കുന്ന സിനിമകൾ ആക്ച്വലി ഇതിന് മുമ്പും ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു കൈൻഡ് ഓഫ് കാറ്റഗറിപ്പെട്ട ഒരു സിനിമ ആയിട്ട് തന്നെയാണ് മാർക്കോ എനിക്ക് ഫീൽ ചെയ്തത്. ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റിൻ്റെ കേസിൽ കുറവുകൾ ആക്ച്വലി ഉണ്ട്, അതൊരു ഫാക്ട് തന്നെയാണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അത് കവർ ചെയ്യാൻ ഇപ്പുറത്ത് ആക്ഷനും ഉണ്ണിമൂന്തൻ്റെ സ്വാഗും പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി എടുത്തു വെച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങൾ, അതിൽ കുറേ എൻഗേജ്മെൻറ്റ് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. പിന്നെ വയലൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എന്ത് തരുന്നു പറഞ്ഞോ അവരത് തന്നുണ്ട്. വയലൻസ് ആക്ച്വലി ഇറ്റ്സ് ദർ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ തന്നെ നമ്മളെ കൂടുതൽ എൻഗേജിങ് ആക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ കേട്ടോ ഭീകരമായ വയലൻസും പരിപാടികളൊക്കെ വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്ടിലുള്ള ഇവരുടെ ഉണ്ണിമൂന്തൻ്റെ സിദ്ദിഖിൻ്റെ ഒക്കെ വീട്ടിൽ വെച്ചുണ്ടാവുന്ന ഒരു വലിയ ഇൻസിഡൻ്റാണ്. എൻ്റെ പൊന്നെ, അത് ഭീകരമാണ്. അത് ഭീകര വയലൻസ് തന്നെയാണത്. അത് എടുത്തെടുത്ത് പറയാനാണെങ്കിൽ കുറേ പറയേണ്ടി വരും. നിങ്ങൾ കണ്ടു നോക്ക്, അതുണ്ട്, അത് സാധനം തന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ എന്താണ് കഥ എന്നുള്ളൊരു സാധനം വീക്കാണ്. പക്ഷെ ഇവിടെ ഇവർ ഇത്തരത്തിലുള്ള ഔട്ട്പുട്ടുകൾ, വയലൻസ്, ആക്ഷൻ, ഇത്തരത്തിലുള്ള ഔട്ട്പുട്ടുകൾ ഇപ്പുറത്ത് കാര്യമായിട്ട് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഓവറോൾ ഒരു സിനിമ എന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു നല്ല സിനിമയായിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതാണ് തോന്നിയത്. അതാണ് ഞാൻ ഈ ഒരു ലെവലിൽ ആക്ച്വലി പറഞ്ഞത്. പിന്നെ എന്താണിത്, ഇവിടെ നിന്നൊക്കെ ഉണ്ണിമൂന്ന ലോസ്റ്റ് പുറത്തൊക്കെ ഇവിടുത്തൊക്കെ കൊടുക്കേണ്ടത് എന്താ വല്ല എന്താണ് നന്നായിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു അടുത്ത ഭാഗം വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ കേസും കൂടി നന്നാക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ വീണ്ടും അത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇത് ഓക്കെ, ഇതിൽ ആക്ഷൻ ഉണ്ട്, വയലൻസും പരിപാടികളൊക്കെ കൊണ്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ കേസ് കവറായി പോവും. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു ആസ് എ സിനിമാ പ്രേമി, സ്ക്രിപ്റ്റും കൂടി ഇതിൻ്റെ അകത്ത് ഭീകരമായിട്ട് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി ഡെപ്തോട് കൂടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഇതിൻ്റെ അകത്ത് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഭീകരമായേനെ. പ്രേക്ഷകൻ കുറച്ചും കൂടിയും സിനിമയിലേക്ക് ഇൻവോൾവ് ആയേനെ, കുറച്ചും കൂടിയും കൂടുതൽ കണക്റ്റായി വന്നേനെ. അങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള വയലൻ്റ് ആക്ഷൻ സിനിമകളൊക്കെ അങ്ങനെ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ സിനിമ ഏത് റേഞ്ച് പോകും എന്നുള്ളത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. സ്ക്രിപ്റ്റ് അടുത്തൊരു ഇതിൻ്റെ ഭാഗം വരിക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇനി ഉണ്ണിമൂന്തനെ വെച്ചിട്ട് അടുത്തൊരു സിനിമ ആരെങ്കിലും ഏതെങ്കിലും ഡയറക്ടർ എടുക്ക്, ആക്ഷൻ സിനിമ എടുക്കും, നല്ല സ്റ്റൈലായിട്ടുള്ള പരിപാടികൾ എടുക്കും. നമുക്കും വേണ്ടേ അത്തരത്തിലുള്ള സ്റ്റാർസ്, നമുക്ക് വേണ്ടേ അത്തരത്തിലുള്ള സൂപ്പർ സ്റ്റാർസ് വേണ്ട, ആക്ഷൻ വയലൻസ് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരു സ്റ്റാർ വേണ്ടേന്നേ, അത്തരത്തിലുള്ള ഡയറക്ടേഴ്സ് നമുക്ക് വേണ്ടേ. അപ്പോൾ അത് അടുത്ത പടങ്ങളായിട്ട് വാ. പക്ഷേ അടുത്ത പടങ്ങളായിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ വയലൻസ് വെറുതെ ആക്ഷൻ എന്നും പറഞ്ഞുകൊണ്ടൊന്നും വരരുത്. നല്ല കിടിലൻ സ്ക്രിപ്റ്റ് ആയിരിക്കണം. സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഡെപ്ത് എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി ഉണ്ടായിരിക്കണം. അത് വേണം, മസ്റ്റാണത്. അത് ഈ ചിലപ്പോൾ വയലൻസ് കൊണ്ടും ഇത്തരത്തിലുള്ള ആക്ഷൻ കൊണ്ടും കവറായി പോവുമായിരിക്കും സ്ക്രിപ്റ്റിൻ്റെ കുറവ്. പക്ഷേ അത് പോരാ, അത് പിന്നെ ആൾക്കാർ ക്യാച്ച് ചെയ്യും. പിന്നെ അത് ആൾക്കാർ നെഗറ്റീവായിട്ട് പറയും. ആൾക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ക്രിപ്റ്റ് പ്രധാനം തന്നെയാണ്, ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
പിന്നെ അടുത്ത തവണ സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ട് വരട്ടെ, സ്ക്രിപ്റ്റിന് പ്രാധാന്യം കൊടുക്കുക, ഉഴപ്പരുത് സ്ക്രിപ്റ്റിൻ്റെ കേസിൽ. അപ്പോൾ മാർക്കോ ഇത്രയും എനിക്ക് ഓവറോൾ പറയാനുള്ളൂ. ഓവറോൾ മാർക്കോ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു, നൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു എബവ് ആവറേജ് സിനിമ എന്നുള്ള രീതിയിൽ. സ്ക്രിപ്റ്റ് കൂടിയും ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെവി എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ സ്ക്രിപ്റ്റിൻ്റെ ഒരു സീന് ആസ്വാദനത്തെ ബാധിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ സ്ക്രിപ്റ്റ്, ഒരു സിനിമ കാണുമ്പോൾ സ്ക്രിപ്റ്റിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രേക്ഷകൻ, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ളൊരു ലെവലിൽ ഞാൻ സ്ക്രിപ്റ്റിൻ്റെ കേസ് ഞാനിവിടെ നോക്കിയിട്ട് മാത്രം ഇവിടെ എബവ് ആവറേജ് എന്നുള്ളൊരു ലെവലിലേക്ക് ഈ ഒരു സിനിമയുടെ എൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഒപ്പീനിയൻ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ എന്തായാലും മിസ്സാക്കണ്ട. പറ്റുകയാണെങ്കിൽ ഈ വയലൻസും ആക്ഷനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, സ്വാഗ് സ്റ്റൈല് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കണ്ട, പോയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബൈ ബൈ, ടേക്ക് കെയർ. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.